ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. അപ്പോൾ ഇപ്പോൾ സമയം 5:30 മണിയാണ്. ഈ ഒരു ക്ലോക്കും ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാനൊരു 8-9 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അമ്മയുടെ മണപ്പുറം ഡേക്ക്, അമ്മയുടെ ഓഫീസിലെ മണപ്പുറം ഡേക്ക് പോവാണ്. അതായത് August 15 നമ്മുടെ മണപ്പുറം അറിയായിരിക്കും, മണപ്പുറം എന്ത് ആഘോഷിക്കുന്നത്, അവരുടെ മണപ്പുറം ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. പിന്നെ ഇന്നൊരു പ്രത്യേകത, അമ്മ 25 വർഷം ആയത് പ്രമാണിച്ച് അമ്മയ്ക്ക് പ്രത്യേകം അവാർഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു സെലിബ്രേഷനാണ് ഇവിടെ. അതായത് ഗസ്റ്റായിട്ട് ഏതെങ്കിലും വലിയൊരു സെലിബ്രിറ്റി ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, ഏതെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ 25 വർഷത്തിൽ മിനിമം ഒരു 18-19 വർഷമെങ്കിലും ഞാൻ ഈ ഒരു മണപ്പുറം ഡേ ആഘോഷം കാണാൻ പോയിട്ടുണ്ട്. അച്ഛനില്ല കേട്ടോ, അച്ഛനവിടെ വാക്കിങ്ങിലാണ്. പുറത്ത് നല്ല മഴയാണ്. കറക്റ്റ് 7:30 ആയപ്പോഴത്തേനും, 7:30 അല്ല, ഒരു 7:30 തന്നെ ആ സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിലായിരുന്നു ഈ ഒരു ഓഡിറ്റോറിയം, ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. മഴ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണ്. അമ്മേനെ സഞ്ജു അല്ല, കാശിക്കുട്ടനൊന്നും കാണാൻ വയ്യ. അപ്പം ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ പിള്ളേരായിട്ട് അമ്മയുടെ മണപ്പുറണ്ടേ കാണാൻ വരുന്നത്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നിരിക്കുകയാണ്. നമുക്കിവിടെ പേരൻസ് എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ മക്കളെയും റിലേറ്റീവ്സിനൊക്കെ കൊണ്ടുവരാം. ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, എടുത്തു വയ്ക്കണം എന്നുള്ളൂ. അമ്മ ഒരു മനുഷ്യ കുഞ്ഞില്ലല്ലേ വരൂ. എനിക്കപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം പരിചിതമാണ്. എല്ലാ പ്രാവശ്യവും ഇപ്പോൾ ഇഡലി സാമ്പാറും ഒരു വടയും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ബൊഫേ ആയിരിക്കും. അപ്പോൾ എനിക്കറിയാം ഫസ്റ്റ് നേരെ ചെന്ന് കയറുന്നത് കഴിക്കാനാണ്. സാമ്പാറും 25 വർഷമായിട്ട് കണ്ടത് സാമ്പാറും ഇഡലി. അപ്പോൾ ഞങ്ങളാണെങ്കിൽ വേഗം ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് കുറേ ഓർമ്മകളാണ് വരുന്നത് കേട്ടോ. പണ്ട് എന്താ പറയുക, അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ മക്കളും ഞാനൊക്കെ ഒരേ ഏജ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കും, ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും ഞങ്ങൾ. പിന്നെ എന്നെ ഏൽപ്പിച്ചു കൊണ്ടുവന്ന് 8:30 ഇവിടെ എല്ലാവരും എത്തും. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. പക്ഷെ ഒരു 10 o'clock ഒക്കെ ആകുമ്പോൾ എന്തായാലും ഇവിടെ ഫുള്ള് നിറയും. അത് വേറെ കാര്യം. റോഫിൻ്റെ മമ്മിക്ക് ഇവിടെ 25 years. 25 years എന്നും വരുമ്പോഴല്ല അമ്മ, 25 years ആയിട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഫ്രണ്ട് റോയിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിലും അമ്മയ്ക്കും ഒരു 5 പേർക്കാണ് അവാർഡ് ഉള്ളത്. അവരെ പിടിച്ച് ഏറ്റവും ഫ്രണ്ടിൽ ഇരുത്തി. അപ്പോൾ ഈ ഒരു കമ്പിയുടെ അപ്പുറത്തെ സീറ്റിൽ അമ്മേനെ കൊണ്ട് ഇരുത്തിയിട്ടോ അവർ. അപ്പോൾ അമ്മയ്ക്ക് അവാർഡൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. പിന്നെ ആ ഒരു ഹോൾ അപ്പോഴത്തേന് ഫുള്ളായിട്ട് അങ്ങോട്ട് നിറഞ്ഞു. കുറേ കുട്ടികൾ വന്നിട്ട് നമ്മളെടുത്ത് സംസാരിച്ചു. ഈ കുട്ടി കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ ഒരു ബിഗ് ഫാനാണ് ഈ കുട്ടിയുടെ. അപ്പോൾ എനിക്ക് തോന്നി വീഡിയോ എടുത്ത് വെക്കാമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. No, obviously. So, ladies and gentlemen, nammellellaru ready aano? Pora, I think we'll need more. Engane, are we ready? Oh my God, that's the spirit. Yes. All right, ladies and gentlemen, from a very small spark that പക്ഷേ ഇവരെ രണ്ടുപേരെയും വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അമ്മയുണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷനില്ല. ഇവിടെ എനിക്ക് ആരും അറിയില്ല. അമ്മയുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇവർക്കാണെങ്കിൽ അവിടെ കുറേ ഐറ്റംസ് കൊടുക്കുന്നത്, ഇതൊക്കെ വേണം. അയ്യോ, സീറ്റാണെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്യും. എനിക്ക് അമ്മ അവാർഡ് മേടിക്കുന്നത് കാണണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് പോവാണ്. hard work and loyalty have been an inspiration to all of us. We salute their commitment and contribution to our organization's growth. Ladies and gentlemen, let us look at a video. All eyes on the screen, please.
ഇതാണ് മണപ്പുറത്തിൻ്റെ ചെയർമാൻ. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള നന്ദകുമാർ സാറാണ് കേട്ടോ. അമ്മയ്ക്ക് കൺകണ്ട ദൈവം ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നന്ദൻ എന്നേ പറയുള്ളൂ. ഞാൻ എപ്പോഴും കളിയാക്കും. കാരണം അമ്മയുടെ ഒരു ലൈഫിൻ്റെ പകുതി ഭാഗവും അമ്മ എന്താ പറയുക, എനിക്ക് എൻ്റെ അനിയന് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മ ജോലിക്ക് പോണതാണ്. എനിക്ക് 3 വയസ്സായപ്പോൾ എൻ്റെ അമ്മ ജോലിക്ക് പോയി തുടങ്ങിയത്. സ്റ്റിൽ അമ്മ ഈ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഇവിടെ അമ്മ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. Moms and also our CEO. It's time for us to now invite the people who we are going to honor today for their 25th Work Anniversary Award from the Priceless for a quarter of a century, Siji PK. Ladies and gentlemen, let us put a big thunderous round of applause and welcome Miss Siji PK. A journey of 25 years tells a story of dedication, resilience and trust. Ladies and gentlemen, she has been a constant source of strength for Manappuram Finance, shaping its path with her undomitable service. Congratulations and heartiest congratulations again, Miss Siji PK. മക്കളെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം എനിക്കത് ഭയങ്കര പ്രൗഡ്ഫുള്ളായിരുന്നു. മാത്രമല്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കരച്ചിലായിരുന്നു. ഞാനെൻ്റെ പാറുട്ടൻ ഫസ്റ്റ് ഡാൻസ് കളിക്കുമ്പോഴും ഇതുപോലെ കരഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അമ്മ ഇത് മേടിക്കുന്നുണ്ടെപ്പോഴും എന്താണെന്ന് വെച്ചിട്ട് എൻ്റെ മനസ്സിൽ പല തോട്ടാണ്. 25 വർഷം എൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പണിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ ആയപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ കരയായിരുന്നു. അമ്മ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ മാറി നിന്നെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായി, ഞാൻ കരയാന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മയും കുറേ ഇരുന്ന് കരയുണ്ടായിരുന്നു കേട്ടോ. അപ്പം 25 വർഷം അമ്മ മണപ്പുറത്ത് വർക്ക് ചെയ്തതിൻ്റെ ഒരു അംഗീകാരം അത് ഇത്രയും വലിയൊരു സദസ്സിൽ ഇത്രയും വലിയ ആൾക്കാരെടുത്ത് വെച്ച് കിട്ടി. അപ്പോൾ ഞാൻ കരയുന്നുണ്ടപ്പോൾ പാറുട്ടൻ ഇപ്പം ഈ ഒരു സംഭവം കൂടുതലാണ്, പെട്ടെന്ന് വിഷമം വരും ഞാൻ കരയുന്ന കാണുമ്പോൾ. അപ്പോൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ പോയ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എത്ര നാളത്തെ കഷ്ടപ്പാടാണ് എൻ്റെ അമ്മയുടെ, അതാണ് എനിക്ക് പോയത്. പിന്നെ ഇവിടുത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ, കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കതൊന്നും ഇടാൻ പറ്റില്ല. ഇവിടുത്തെ മണപ്പുറത്തിൻ്റെ സ്റ്റാഫുകളുടെയും അല്ലാണ്ട് പുറത്തുള്ളവരുടെയും സ്റ്റാഫുകളുടെ മക്കളുടെയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്രോഗ്രാം അടിപൊളിയായിരുന്നേ. പക്ഷേ കറക്റ്റ് മ്യൂസിക് നമുക്ക് ശരിക്കുള്ള വോയിസും സ്പീഡും ഒന്നും കറക്റ്റാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്കിത് ഇടാൻ പറ്റും. ഇതും കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. മലയാളികൾ എവിടെ ഡാൻസ് ചെയ്യുന്നു, MG സാറിന്റെ ഒരു സോങ് ഇല്ലാതെ അത് കംപ്ലീറ്റ് ആവുകയില്ല അല്ലെ. ജെൻസി കിഡ്സ് ആവട്ടെ, 90s കിഡ്സ് ആവട്ടെ. പിന്നെ നമുക്ക് എല്ലാ പ്രാവശ്യവും ഇവിടെ ഒരു ഡാൻസ് ഒരു ഗസ്റ്റ് വന്നിട്ട് ചെയ്യാറുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് വേറൊരാൾ വരാനുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആളുടെ പേര് ഞാൻ മറന്നു. അവിടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന നല്ലൊരു മോഡലായിട്ടുള്ള ഒരു ചേച്ചി, ആളുടെ ഡാൻസ് ഓക്കെ ആയിരുന്നു. എനിക്ക് ഓക്കെ തോന്നി, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഓപ്പണായി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഡാൻസിനേക്കാളും അവിടുത്തെ സ്റ്റാഫുകളുടെ മക്കളൊക്കെ അറേഞ്ച് ചെയ്ത ഡാൻസുകളൊക്കെ എന്തൊരു പ്രൊഫഷണൽ സ്റ്റൈലായിരുന്നു. ഇവരും പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര സൂപ്പറായി. 40 വർഷങ്ങൾ, 4 decades. So ladies and gentlemen, that is not just 1 or 2 or 3, 4 real solid decades, 40 years of undomitable spirit and dominance. Shri Kumar! Ladies and gentlemen, we now have
please. ഒരു താരാട്ടുപാട്ടായി MG Srikumar. Happy Independence Day. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നീ വേദിയിൽ കൈപിടിച്ച് കൂടെ നടന്ന് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിന് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ വിജയത്തിൻ്റെ പുറകിൽ സുഷമ നന്ദകുമാർ. തീർച്ചയായിട്ടും കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നീ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം അതിൽ നാം ഒന്നായി ആടി പാടി അല്ലിമലക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ ദൂരെയൊരാൽമര ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാം ഒന്നായി ആടി പാടി പുൽകും നിൻ പൊൻവീണെ എന്നുള്ളിൽ മൗനം വന്നു ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ തൂതും പേറി നീങ്ങും മേഘം നീരാടിയാടും നിറസന്ധ്യയിൽ വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിരൽ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം അതിൽ ഇന്ദ്രനീലലയഭാവം കുങ്കുമമേഘം കുളിരു കോർക്കുമൊരു മഞ്ഞല പോലെയുലാവാം അമ്പിളി നാളം പതിയെ നീട്ടുമൊരു തമ്പുരു പോലെയുലാവാം തങ്കത്തിങ്കൾ കിളിയായി കുറുകാം താരത്തുവൽ നനയാം കനയാം നീരാടിയാടും നിറസന്ധ്യ സരിഗമ പരി പപ മരി സരി സരിഗമ പരി പപ മരി സരി മഗമ പരി മരി സരി സരിഗമ പഗമ പസാനി മരി സരി സരി പസാനി മരി മരി സരിഗമ പസനി സരി സരി മരി സരി സരി പപ മരി സരി സരി സമഗമ മരി പസനി സമരി സരി പരി സാനി മഗ. MG ശ്രീകുമാർ ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. മണപ്പറണ്ടേക്ക് മോഹൻലാൽ അടക്കം വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ മണപ്പറണ്ടേക്ക് വരുന്നത്. പക്ഷെ പിള്ളേരെ വെച്ചിട്ട് നമുക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാം ഒന്നാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അടിപൊളി പരിപാടിയായിരുന്നു. ഇന്നത്തെ ഈ ദിവസം എന്നെ ഇവിടെ ക്ഷണിച്ചതിന് നന്ദകുമാർ സാറിനും ഫാമിലിക്കും പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളൊരു ഗാനമേള ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. അത് നമുക്ക് ഒരു ദിവസം അതിനുമുണ്ട് മോനെ ദിനേശ ഒരു ദിവസം. എൻ്റെ വെള്ളിയിൽ കമ്പളത്തിൽ ദൂരക്കിഴക്കുതിക്കും മാണിക്യച്ചെമ്പഴുക്കാൻ ഞാനിന്നെടുത്തു വെച്ച് എൻ്റെ വെള്ളിയിൽ കമ്പളത്തിൽ ദൂരക്കിഴക്കുതിക്കും മാണിക്യച്ചെമ്പഴുക്കാൻ കണ്ണിൽ വിളക്കും വെച്ച് രാത്രി എന്നെയും കാത്തിത്തരും ദൂരക്കിഴക്കുതിക്കും
അപ്പോൾ ഞങ്ങളിതേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഭക്ഷണം ഈ പറഞ്ഞ പോലെ മീൻകറി ചിക്കൻ അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. അമ്മ ഞങ്ങളെ കൊണ്ടുപോയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് എടുത്ത് തരുമായിരുന്നെങ്കിൽ ഇപ്പോൾ പേരക്കുട്ടികൾക്ക് ഇങ്ങനെ ഫുഡ് എടുത്ത് കൊടുക്കുന്നു. മണപ്പുറം ഡേ ആവാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ഞങ്ങളുടെ ഒരു കുട്ടികൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ആയ ഒരു ദിവസം മാത്രമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഡേക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേജിൽ പാറുക്കുട്ടൻ്റെ ഒരു ഫോക്ക് ഡാൻസ് ഐറ്റംസ് കളിപ്പിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേനും കാശിക്കൂട്ടം ഭയങ്കര വാശിയായി. വെളുപ്പിന് എണീറ്റതല്ലേ, ഭയങ്കര വാശിയായി. പിന്നെ ഒരു പരിപാടിക്കും അവനവിടെ നിർത്തുന്നുണ്ടായിരുന്നില്ല. ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഐറ്റംസ് വരാനുള്ളത്. ബാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു സ്റ്റേജ് സദസ്സ് ഇളകിയത് ഉച്ച കഴിഞ്ഞിട്ടാണ്. പക്ഷേ നമ്മൾ വേഗം ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് എത്തി. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ അത് അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ്. നല്ല ട്രോഫി, എമർജൻസി വേണ്ടിന് വീട്ടിൽ കേട്ടോ, നല്ല ട്രോഫി. അപ്പോൾ അതൊന്നും വെക്കാനൊരു സ്പേസ് ഇല്ല വീട്ടിൽ. അതിൻ്റേതായ ഒരു ചെറിയൊരു പ്രശ്നമുള്ളൂ. എൻ്റെ പൊന്ന് ഗൈസ്, അപ്പോൾ നമ്മളിത് എത്തിയിരിക്കുകയാണ്. ഞാൻ വീട്ടിലെത്തിയിട്ടേ കുറച്ച് നേരം കിടന്നുറങ്ങി. അവിടെ പരിപാടികൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ പിന്നെ നല്ല ഗ്രാൻഡ് പരിപാടികളായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് കുറേ നല്ല പരിപാടികൾ മിസ്സായിട്ടുണ്ട് കേട്ടോ. നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉച്ച കഴിയുമ്പോൾ എപ്പോഴും നമ്മുടെ അവിടെ മണപ്പുറണ്ടിക്കുള്ളൊരു സംഭവം, ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫൊക്കെ ഒന്ന് എനർജി പ്രാപിക്കും. രാവിലെ ഇനോഗ്രേഷൻ്റെ സംഭവം കഴിഞ്ഞ് ഉച്ചയോട് കൂടിയിട്ട് അവരിങ്ങനെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരും. അതായത് ചേട്ടന്മാരൊക്കെ ആടാൻ വേണ്ടിയിട്ട് വരും. ശരിക്കും പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ മൊത്തം എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നത് അവർ ഭയങ്കര ഒച്ചെടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബിക്കോസ് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. കാശിക്കൂട്ടൻ എൻ്റെ അടുത്തുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ഞെട്ടി കഴിഞ്ഞിട്ട് പിന്നെ കരച്ചിൽ നിർത്തുന്നില്ല. കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ കൊതിയിട്ട് പാടുണ്ടായിരുന്നില്ലേ. കാരണം വൈൻഡപ്പ് ചെയ്യേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല പരിപാടി എന്ത് രസമായിട്ടുണ്ട്. അത് ഭയങ്കര പ്രൊഫഷണൽ രീതിയിൽ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ കൊതിയിട്ട് പാടുണ്ടായിരുന്നില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. അപ്പം അമ്മ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും പോവാം, വീട്ടിൽ പോവാം നമുക്ക്. കാരണം അമ്മയ്ക്ക് ഒന്നാമത്തെ കേസ് അമ്മയ്ക്കും ഒട്ടിയൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുള്ള പോലെ അല്ല, നമുക്കിങ്ങനെ പോയി ശീലമായി. പക്ഷേ എനിക്ക് ഏട്ടൻ ഇല്ലാണ്ട് വൃത്തിക്കും, ഓൾറെഡി എനിക്ക് ഏട്ടൻ ഇല്ലാണ്ട് വൃത്തിക്കും കാശിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഞാൻ തോന്നുന്നു പ്രസവിച്ചിട്ടപ്പം തുടങ്ങി വല്ലയിടത്തും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഏട്ടനായിരിക്കും കാശീനെ എടുക്കുന്ന ആൾ. അതായത് എനിക്ക് എടുക്കേണ്ടി വരാറില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലും ഏട്ടൻ എനിക്ക് തരാറുമില്ല. പിന്നെ മോനിത്തിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റില്ല. പിടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അയ്യോ അതാവും. അതുകൊണ്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഏട്ടനാണ് ഫുൾ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ എനിക്കതൊരു ശീലമില്ല. എനിക്ക് തോന്നുന്നു ആകെ ഞാനൊരു 2-3 പ്രാവശ്യം മാത്രമേ അവരെടുത്ത് ഹാൻഡിൽ ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ളൂ. അതിലൊരു 3ാമത്തെ പ്രാവശ്യമാണിത്. ഇവരാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും പോകില്ല, ഭയങ്കര കരച്ചിലും. പുറത്ത് നല്ല മഴ, ഇതൊക്കെ പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും വീഡിയോ കവർ ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്തായാലും ഇങ്ങനെ കരഞ്ഞ് കൈ കാച്ചു പൊട്ടി നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അത് ഫുള്ളായിട്ട് കാണാനും ഫിനിഷാക്കാനും ഇല്ല. പക്ഷെ കുറേ പരിപാടി എൻ്റെ മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഗൈസ്.
അപ്പോൾ ഞാൻ അമ്മയുടെ അവാർഡും സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒന്നും കൂടെ സ്ക്രീൻ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഒരു 5 പേർക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് മണപ്പുറത്തിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ വെറുതെ പറയല്ല. അമ്മ അത്രയും സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഒരാൾ മണപ്പുറത്തിനെ പറ്റി പറഞ്ഞ അമ്മയ്ക്കത് പൊള്ളും. എന്നെ ജീവിപ്പിച്ച എനിക്ക് എൻ്റെ ജീവിതമാണത്. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് അമ്മയ്ക്ക്. പുറത്ത് നല്ല ഗംഭീര മഴയാണ്. അപ്പോൾ നമ്മുടെ അമ്മയുടെ സർട്ടിഫിക്കറ്റാണ് 25 years. We want to know that you are one of our most valuable team members. Thank you for the dedication and hard work you have shown all these years. പിന്നെ അമ്മയ്ക്ക് ഒരു എമർജൻസി കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 4 സൈഡിലും അമ്മ. എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവാർഡ് മേടിക്കുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടൊരു സ്റ്റേജ് തന്നെയാണ്. നമ്മുടെ മണപ്പുറത്തിൽ എല്ലാ വലിയ ആൾക്കാരും ഉണ്ട്. 5 പേരാണ് ഉണ്ടായിരുന്നത് 25 yearsൻ്റെ. ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ. അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാൾ. എനിക്ക് 3 വയസ്സ്, എനിക്കിപ്പോൾ 28 വയസ്സാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ തുടങ്ങിയിട്ടാണ് അമ്മ ജോലിക്ക് പോയി തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ട് അവിടെ. ഇത്രയും നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട് എനിക്കറിയാം. അപ്പോൾ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ തൊട്ടാണ് ജോലിക്ക് പോകുന്നത്. അതിന് മുമ്പ് അമ്മ നേഴ്സായിരുന്നു. ഏതൊരു ഹോസ്പിറ്റലിൽ നേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ എനിക്ക് സ്റ്റേജിൽ കയറിയിട്ട് അമ്മ അവാർഡ് മേടിക്കാൻ നിൽക്കുന്ന നേരത്ത് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സീരിയസ്ലി എനിക്ക് അങ്ങനെ കരച്ചിൽ വരുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അങ്ങനെ ഒന്നും കരച്ചിൽ വരില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു പോകെ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി വരികയാണ്. പെട്ടെന്ന് എനിക്ക് കരച്ചിൽ വരികയാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ്. തൊട്ടടുത്തടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ കരയണത് ആരെങ്കിലും ശ്രദ്ധിക്കും, ഇവിടെ വഴിയാകാൻ ശ്രദ്ധിക്കുമോ? എനിക്കിത് പിടിച്ചടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരാ. ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അമ്മ എടുക്കുന്ന ഒരു സ്ട്രെയിൻ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ ജോലി നിർത്തി പോകേണ്ടി വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മ അതിനൊന്നും പോരാണ്ട് ഇങ്ങനെ വെക്കുന്നത് പിടിച്ച് അമ്മയ്ക്ക് ജോലി വേണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെയാണ് ആ ഒരു ഇതിലുള്ള. അതുകൊണ്ടൊക്കെയാണ്. അപ്പം എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ എടുക്കുന്ന എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അമ്മ ഒരു ഫ്ലോറിൽ വന്ന് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഓഫീസിൽ കുറേ കാര്യങ്ങളുണ്ടാവും, അത് കഴിഞ്ഞ് വീട്ടിലത്തെ കുറേ കാര്യങ്ങളുണ്ടാവും അമ്മയ്ക്ക്. എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കൊക്കെ ശരിക്കും പറഞ്ഞത് പോരാ. അതായത് ഈ ഒരു ട്രോഫി എനിക്ക് അമ്മ ഞാൻ വീഡിയോ എടുക്കണേ എനിക്കുണ്ടല്ലോ കൂടുതൽ ഞാൻ വാതിൽ അടച്ചിട്ടിട്ടുണ്ട് വീഡിയോ എടുക്കണേ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ആ സമയത്ത് ഭയങ്കര ഇമോഷണലായി പോയി. അതായത് അമ്മ വന്നു ഇട്ടപ്പോഴത്തേനും അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ അടുത്തേക്ക് ഈ സാധനമൊക്കെ തൂക്കി വന്നു. പക്ഷെ എനിക്ക് അമ്മനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. കരയുന്നത്, പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും മതിയല്ലോ കരയുന്നത്, എനിക്ക് അമ്മനെ കാണിക്കാൻ പറ്റുന്നില്ല. കാണണ്ട വെച്ച് പക്ഷെ അമ്മ കണ്ടു. അമ്മ അപ്പം തന്നെ കരച്ചിലായി. ഞാനിങ്ങനെ അടക്കി പിടിച്ചു. പാറുമോക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പാറു ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞാൻ കാര്യം കണ്ടിട്ട്. അതിപ്പോൾ എനിക്ക് അവിടെ കുറേ ഉണ്ട് എനിക്കറിയുന്ന സിന്ധു ചേച്ചി അവരൊക്കെ ഞാൻ കുഞ്ഞിലേ തൊട്ട് കാണുന്ന ആൾക്കാരാണ്. ഇന്ന് അവർ കുഞ്ഞുമക്കൾ വരുന്ന പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ 5ാം വയസ്സൊക്കെ തൊട്ട് ഇന്ന് ഇതിന് പോയിട്ടുണ്ട്. 10-20 പ്രാവശ്യം കല്യാണത്തിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഈ ഒരു സ്റ്റേജിൽ അമ്മ ഇതിങ്ങനെ പിടിച്ച് നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമ തോന്നിയത്. കാരണം 25 വർഷത്തെ അമ്മയുടെ ഒരു എന്താ പറയുക, ഇപ്പോഴും അമ്മ എന്നോട് ഓരോ വർഷവും പറയും അമ്മയ്ക്ക് ഇങ്ങനെ ഇവിടെ ഓരോ കാര്യങ്ങൾക്ക്. ഇപ്പോൾ എൻ്റെ ഡെലിവറി കേസിൽ തന്നെ
അമ്മയ്ക്ക് എൻ്റെ കൂടെ നിൽക്കണം, അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും അമ്മ ജോലിക്ക് പറയും ഈ ഒരു വർഷം കൂടെ ഞാൻ ജോലിക്ക് പോകുള്ളൂ, ഈ ഒരു വർഷം കൂടെ ഞാൻ ജോലിക്ക് പോകുള്ളൂ എന്നമ്മ പറയും. പക്ഷെ അമ്മ നോക്കി അമ്മയുടെ റിട്ടയർമെൻറ്റ് വരെ അമ്മ എന്തായാലും ജോലിക്ക് പോകും, എനിക്ക് ഷുവറാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും നാൾ ജോലിക്ക് പോയി ആൾക്കത് നിർത്താൻ പറ്റില്ല. പിന്നെ അമ്മ ആ ഒരു സ്ഥാപനത്തോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഞാൻ വെറുതെ പറയല്ലേ, ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ എപ്പോഴും ട്രോള് അമ്മേനെ ഇട്ടിട്ട്, അവിടുത്തെ നന്ദൻ സാറാണ് ചെയർമാൻ, ഞാൻ പറയും അവിടെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പറയും. അമ്മയ്ക്ക് അങ്ങനെ പറയണ പോലും ഇഷ്ടമല്ല, കാരണം നമുക്ക് ചോറ് തരുന്ന ഒരാളാണ്, പിന്നെ ഇത്രയും വർഷത്തെ ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് അങ്ങനെ സംഭവം കിട്ടി, നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഫങ്ഷനൊക്കെ ആയിരുന്നു, നല്ല ഗ്രാൻഡ് ഫങ്ഷനായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയുള്ളൂ. അപ്പോൾ ഒരുപാട് നമ്മളറിയുന്ന കുറേ ചേച്ചിമാരും അനിയത്തിമാരും കുഞ്ഞുങ്ങളും ഒരുപാട് പേരുണ്ടായിരുന്നു. കൊച്ചു കരവേൻ്റെ ഇടയിൽ കുറേ പേര് എൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷെ എനിക്ക് അവരെ മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇപ്പം ഭയങ്കര കരച്ചിൽ, ഇവൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ജാടയാണ്. ഓക്കെ ഗൈസ്, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എൻ്റെ അമ്മയ്ക്ക് എല്ലാവരും ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞേക്ക്, അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.